Hi friends, welcome to Simis Nadan kitchen. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു നാടൻ ഐറ്റം ആയിട്ടുള്ള എഗ് റോസ്റ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. ഞാൻ 3 മുട്ട വെച്ചിട്ടാണ് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചെറിയ തക്കാളി ഒരുപാട് വേണ്ട, ഒരു ചെറിയ തക്കാളി മതി. പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അതിനെ ഞാൻ 4ആയിട്ട് കീറിയിട്ടിരിക്കുക. പിന്നെ ഒരു 5 വെളുത്തുള്ളി, ഇത് നാടൻ വെളുത്തുള്ളിയാണ്. അത് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വെളുത്തുള്ളിയൊക്കെ മതിയാവും. അരിഞ്ഞിട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ 5 വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് പൊടികൾ വേണം. പൊടികൾ നമ്മൾ ആദ്യമേ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് വേണം നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ എഗ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർക്കാം. ഈ പൊടികൾ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഒരുപാടൊന്നും സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ എണ്ണയിൽ മൂത്ത് വരും. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഞെരിടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഓരോ എതളുകളായിട്ട് ഇളകി വരും. അങ്ങനെ ഇളകി വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ സവാള മൂത്ത് വരും. ഇനി ഈ സവാള ഇതിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള മൂത്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാടൊന്നും ഉപ്പിടരുത്. മുട്ടക്കറിക്ക് ഉപ്പ് ഒരുപാട് ചേർക്കരുത്. എന്നുവെച്ചാൽ നമുക്ക് ഈ മസാലയ്ക്ക് മാത്രമേ ഉപ്പ് മതി, മുട്ടയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറത്തില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ പണ്ട് എപ്പോഴും പറ്റിക്കൊണ്ടിരുന്നതാണ്. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇടുന്ന പോലെ അങ്ങോട്ട് ഉപ്പ് ചേർക്കും. അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇതിൽ മാത്രം ഉപ്പിട്ടേച്ചാൽ മതി. അപ്പോൾ സവാള ഒന്നും മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഈ എഗ് റോസ്റ്റ് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മമ്മി സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു ഇതുപോലെ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം, പച്ചമുളകും ചേർക്കാം. ഇനി ഇതിനിപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഈ സവാളയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല വെണ്ണ പോലെ ആയിട്ട് വരും. ഇപ്പം ഞാനിപ്പോൾ ആ ഇതിലേക്ക് ആക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഞാൻ ആക്കുന്നത്. ഇപ്പോൾ തക്കാളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ചേർക്കാൻ നോക്കുക. ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യമേ മുളക് പൊടിയൊക്കെ ചേർത്തില്ലേ, അപ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മസാലയുടെ മണമൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ തന്നെ ഒന്ന് ലാസ്റ്റ് കുറച്ചും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഗരം മസാലയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഗരം മസാലയും ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ മുട്ടയുടെ പുറത്ത് കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വരയുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെ മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങും. ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് ഈ മുട്ടയിലേക്ക് ഈ മസാലയെല്ലാം നല്ലതായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇത് കുറച്ച് സമയം അടച്ചു വെക്കുമ്പോഴത്തേക്കും ആ മസാലയൊക്കെ ശരിക്കും ആ മുട്ടയിലേക്ക് കയറി പിടിക്കും. ഒരു 5 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടച്ചു വെച്ചപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പരണ്ടു. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് അടുക്കി പിടിക്കും. വെച്ചാൽ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇപ്പോൾ നമുക്കിത് ഒരു കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള എഗ് റോസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ എഗ് റോസ്റ്റ് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലുള്ള അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.